കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD4 മലയാളം. ആദ്യം മലയാളം എക്സാം ആണല്ലേ. അപ്പോൾ മലയാളം പഠിച്ചു തുടങ്ങിയല്ലോ. യെസ്. അപ്പോൾ നാളെ മലയാളത്തിൻ്റെ വലിയൊരു ക്ലാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. എല്ലാവരും കാണുക, എക്സാം നല്ലതുപോലെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഇന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനു അവധിക്കാലത്ത് മുത്തശ്ശിയുടെ വീട്ടിൽ വന്നു. കളിക്കിടയിൽ അവൻ വീട്ടിനടുത്തുള്ള തൊഴുത്തിലെത്തി. അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു ഉപകരണം ചൂണ്ടി അവൻ ഉറക്കെ ചോദിച്ചു, ഇതെന്താ മുത്തശ്ശി? പണ്ടുകാലത്ത് നിലമുഴുന്നതിനായി ഉപയോഗിച്ചിരുന്ന കലപ്പയെക്കുറിച്ച് മുത്തശ്ശി വിശദീകരിച്ചു. അപ്പോഴാണ് ഡ്രൈവറായ കണ്ണേട്ടൻ ട്രാക്ടർ ഓടിച്ച് വരുന്നത് അവൻ കണ്ടത്. ഇപ്പോൾ ട്രാക്ടറല്ലേ നിലമുഴുതു മറിക്കാൻ ഉപയോഗിക്കുന്നത്? അവൻ ചോദിച്ചു. ഇത് കേട്ട് കലപ്പ ട്രാക്ടറിനെ നോക്കി ചിരിച്ചു. കലപ്പയും ട്രാക്ടറും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിരിക്കും? സംഭാഷണം തയ്യാറാക്കുക. കലപ്പയും ട്രാക്ടറും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിരിക്കും, അല്ലെങ്കിൽ കലപ്പയും മനുവും തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിരിക്കും, അതൊക്കെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ആശയം കിട്ടൂ കേട്ടോ. ഓക്കെ. കലപ്പ ട്രാക്ടറിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ചിരിക്കുന്നത്? വലിയ ഗമയൊന്നും കാണിക്കേണ്ട. കാരണം എന്താ? കലപ്പയെ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ്. ട്രാക്ടർ ഓടിച്ച് കണ്ണേടം വരുവാണല്ലേ. അപ്പോൾ ട്രാക്ടറിനെ കണ്ടിട്ട് ചിരിച്ച കണ്ടിട്ട് പറയാണ്, നീ എന്തിനാണ് ചിരിക്കുന്നത്? വലിയ ഗമയൊന്നും കാണിക്കേണ്ട. ട്രാക്ടർ ചോദിക്കണം, നിനക്കെന്നോട് അസൂയ തോന്നുന്നുണ്ടോ? നിന്നെ വലിക്കാൻ കാളകളെ വേണം. ഞാൻ യന്ത്രത്താലാണ് ചലിക്കുന്നത്. അപ്പോൾ എന്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി, ട്രാക്ടറിന് എങ്ങനെയാ പോകുന്നത്? യന്ത്രത്തിലാണ് ചലിക്കുന്നത്. എന്നാൽ കലപ്പയോ? കലപ്പ ചലിക്കണമെങ്കിൽ വലിക്കാൻ കാളകൾ വേണം അല്ലേ. അപ്പോൾ ട്രാക്ടർ പറയണം, നിനക്കെന്നോട് അസൂയ തോന്നുന്നുണ്ടോ? നിന്നെ വലിക്കാൻ കാളകൾ വേണം, ഞാൻ യന്ത്രത്താലാണ് ചലിക്കുന്നത്. അപ്പോൾ കലപ്പ പറയാണ്, നിനക്ക് ചലിക്കണമെങ്കിൽ യന്ത്രത്തിൽ ഇന്ധനം നിറയ്ക്കണ്ടേ? യന്ത്രത്തിൽ ഇന്ധനം നിറച്ചാലല്ലേ നിനക്ക് ചലിക്കാനാവത്തുള്ളൂ. എണ്ണയില്ലാത്ത കാലം വരുമ്പോൾ എന്നെ പോലെ നീയും മൂലയിലിരിക്കും. എണ്ണയില്ലാത്ത കാലം വരുമ്പോൾ എന്നെ പോലെ നീയും മൂലയിലിരിക്കും എന്ന് കലപ്പ ട്രാക്ടറിനോട് പറഞ്ഞു. അപ്പോൾ ട്രാക്ടർ പറയാണ്, നീ പറഞ്ഞത് സത്യമാണ്. ഒരു കാലത്ത് എന്നെയും നോക്കി ചിരിക്കുന്ന പുതിയ യന്ത്രങ്ങൾ വരാം. അപ്പോൾ കലപ്പ പറയാണ്, ഞാനത് ഓർത്തില്ല, നീ എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ. അപ്പോൾ കലപ്പയും ട്രാക്ടറും തമ്മിൽ സംസാരിക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വിഷയങ്ങൾ ഉൾപ്പെടുത്താം? കലപ്പ ചലിക്കണമെങ്കിൽ, കലപ്പ വേണമെങ്കിൽ എന്ത് വേണം? വലിക്കാൻ കാളകൾ വേണം അല്ലേ. അതുപോലെ ട്രാക്ടർ ആണെങ്കിലോ യന്ത്രത്താലാണ് ചലിക്കുന്നത്. നിങ്ങൾക്കൊരാശയം കിട്ടിയില്ലേ? രണ്ടാമത് എന്താ? യന്ത്രം മാത്രം മതിയോ? ഇന്ധനം വേണ്ടേ? ഇന്ധനം ഉണ്ടെങ്കിലല്ലേ യന്ത്രം പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ഈ ട്രാക്ടറിനെക്കാളും നല്ല ഗുണങ്ങളുള്ള വണ്ടി വന്നാൽ എന്ത് ചെയ്യും? അത് ഉപയോഗിക്കും. ട്രാക്ടറിനെ ഒരു മൂലയിൽ ഒതുക്കും. എണ്ണയില്ലാത്ത കാലം വരുമ്പോൾ എന്ത് ചെയ്യും? ട്രാക്ടറിനെ ഒതുക്കിയിരുത്തും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്? ഇതിൽ നിന്ന് കുറച്ച് ആശയങ്ങൾ കിട്ടിയില്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതുമല്ലോ. എഴുതും. അടുത്ത ചോദ്യം, കുറിപ്പ് എഴുതുക. കുറിപ്പ് എഴുതേണ്ടത് പക്ഷി നിരീക്ഷകനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ പക്ഷിയെ നിരീക്ഷിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ ഒരു പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് എഴുതുക എന്ന് ചോദിച്ചാൽ ഒരു പക്ഷിയെക്കുറിച്ച് കുറിപ്പ് എഴുതണം. നിങ്ങൾക്കറിയാവുന്ന ഒരു പക്ഷിയെക്കുറിച്ചാണ് ടീച്ചർ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്കിത് ഓർമ്മയിരിക്കും. ശ്രദ്ധിച്ചോളൂ. കാക്ക. ഏത് പക്ഷിയെക്കുറിച്ചാ? കാക്കയെക്കുറിച്ചാണ്. എന്നും അതിരാവിലെ വിളിച്ചുണർത്തുകയും പരിസരം വൃത്തിയാക്കി തരികയും ചെയ്യുന്ന കാക്കകളെ കുറിച്ചാണ് നമ്മുടെ അന്വേഷണം. എന്നും അതിരാവിലെ വിളിച്ചുണർത്തുകയും പരിസരം വൃത്തിയാക്കി തരികയും ചെയ്യുന്ന കാക്കകളെ കുറിച്ചാണ് നമ്മുടെ അന്വേഷണം.
നിങ്ങൾക്കിവിടെ ചേർക്കാം കാക്കയ്ക്ക് കറുപ്പ് നിറമാണ് എന്നൊക്കെ എഴുതാട്ടോ. കേരളത്തിൽ 2 തരം കാക്കകളെയാണ് കാണാറുള്ളത്. കേരളത്തിൽ 2 തരം കാക്കകളെയാണ് കാണാറുള്ളത്. ബലിക്കാക്കയും കാവതിക്കാക്കയും. ബലിക്കാക്കയും കാവതിക്കാക്കയും. ബലിക്കാക്കയ്ക്ക് തിളങ്ങുന്ന എണ്ണ കറുപ്പാണ്. ബലിക്കാക്കയുടെ നിറം തിളങ്ങുന്ന ഒരു തിളക്കമുള്ള എണ്ണ കറുപ്പായിരിക്കും. എണ്ണ തിളങ്ങുന്നത് പോലെ ആ ഒരു കറുത്ത നിറമായിരിക്കും. തിളങ്ങുന്ന എണ്ണ കറുപ്പായിരിക്കും ബലിക്കാക്കയ്ക്ക്. കാവതിക്കാക്കയ്ക്കോ ഒതുങ്ങിയ ശരീരം. കാവതിക്കാക്കയ്ക്ക് ഒതുങ്ങിയ ശരീരമാണ്. കാവതിക്കാക്കയുടെ പ്രത്യേകത എന്താ? കഴുത്തിലും തലയിലും ചാരം പൂശിയതുപോലുള്ള നിറമായിരിക്കും. ഗ്രേ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇംഗ്ലീഷിൽ? ചാരനിറം, ചാമ്പലിന്റെ നിറം, ചാരത്തിന്റെ നിറം. അതുപോലെ കഴുത്തിലും തലയിലും ചാരം പൂശിയതുപോലുള്ള നിറമായിരിക്കും. അപ്പൊ ഇത്രയും മനസ്സിലായോ? എന്നും അതിരാവിലെ വിളിച്ചുണർത്തുകയും പരിസരം വൃത്തിയാക്കി തരികയും ചെയ്യുന്ന കാക്കകളെ കുറിച്ചാണ് നമ്മുടെ അന്വേഷണം. കേരളത്തിൽ 2 തരം കാക്കകളുണ്ട്, ബലിക്കാക്കയും കാവതിക്കാക്കയും. ബലിക്കാക്കയ്ക്ക് തിളങ്ങുന്ന എണ്ണ കറുപ്പ് നിറമാണ്. കാവതിക്കാക്കയ്ക്കോ ഒതുങ്ങിയ ശരീരമാണ്. കഴുത്തിലും തലയിലും ചാരം പൂശിയതുപോലുള്ള നിറമായിരിക്കും. ഇനി കൂടുണ്ടാക്കുന്നത് ആരാ? ആൺകാക്കകളാണോ പെൺകാക്കകളാണോ? പെൺകാക്കകൾ. പെൺകാക്കകളാണ് കൂടുണ്ടാക്കുന്നത്. ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും നാരുകളും തുടങ്ങി കൂടുണ്ടാക്കാൻ പറ്റുന്നതെന്തും ഉപയോഗിക്കും. അപ്പൊ പെൺകാക്കകളാണ് കൂടുണ്ടാക്കുന്നത്. ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും നാരുകളും തുടങ്ങി കൂടുണ്ടാക്കാൻ പറ്റുന്ന എന്തും കാക്ക കൊണ്ടുവന്ന് കൂടുണ്ടാക്കാൻ ഉപയോഗിക്കും കേട്ടോ. മുട്ടയിടുന്നതിനായി ചകിരിത്തുമ്പും തുണി കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ച് മൃദുവായ മെത്തയൊരുക്കും. മുട്ടയിടുന്നതിനായിട്ടോ അതിന് താമസിക്കാൻ ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ നാരുകൾ ഉപയോഗിച്ച് കൂടുണ്ടാക്കും. മുട്ടയിടാൻ സമയമാകുമ്പോഴോ ചകിരിത്തുമ്പ് തുണിക്കഷ്ണങ്ങൾ ഇവ ഉപയോഗിച്ച് മൃദുവായ മെത്തയൊരുക്കും. ആൺകാക്ക സഹായിക്കുമെങ്കിലും എല്ലാം ചെയ്യുന്നത് പെൺകാക്കയാണ്. ആൺകാക്ക സഹായിക്കുമെങ്കിലും കൂടുണ്ടാക്കാൻ മുഴുവനും ചെയ്യുന്നത് ആരാ? പെൺകാക്കയാണ്. കൂടൊരുങ്ങിയാൽ 4 or 5 മുട്ടകളിട്ട് പെൺകാക്ക അടയിരിക്കും. കൂടൊരുങ്ങിക്കഴിഞ്ഞാൽ പെൺകാക്ക മുട്ടയിടും. 4 or 5 മുട്ടകളിട്ട ശേഷം പെൺകാക്ക അടയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാഞ്ഞും ചരിഞ്ഞുമാണ് കാക്ക നോക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാഞ്ഞും ചരിഞ്ഞുമാണ് കാക്ക നോക്കുന്നത്. അതിനിടയിൽ കിട്ടുന്നതെന്തും തിന്നും. കാക്ക ചാഞ്ഞും ചരിഞ്ഞും നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഭക്ഷണമുണ്ടെങ്കിൽ, ആഹാരമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആ നോക്കുന്നതിനിടയിൽ കിട്ടുന്നതെന്തും തിന്നും കേട്ടോ. ചാഞ്ഞും ചരിഞ്ഞുമാണ് കാക്ക നോക്കുന്നത്. അതിനിടയിൽ കിട്ടുന്നതെന്തും കാക്ക തിന്നും. കാക്കകളെ കുറിച്ച് മലയാളത്തിൽ കവിതകളും പാട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാക്കകളെ കുറിച്ച് മലയാളത്തിൽ ഒത്തിരി കവിതകളും പാട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം കാക്കച്ചൊല്ലുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാക്കയെക്കുറിച്ച് കുറിപ്പ് എഴുതിയത്. മനസ്സിലായല്ലോ? ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 തരം കാക്ക. പരിസരം വൃത്തിയാക്കി തരുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് കാക്കയാണ്. എന്നും അതിരാവിലെ വിളിച്ചുണർത്തുന്ന പക്ഷി കാക്കയാണ്. കേരളത്തിൽ 2 തരം കാക്കയുണ്ട്, ബലിക്കാക്ക, കാവതിക്കാക്ക. ബലിക്കാക്കയ്ക്ക് തിളങ്ങുന്ന എണ്ണക്കറുപ്പ്, കാവതിക്കാക്കയ്ക്ക് ഒതുങ്ങിയ ശരീരവും കഴുത്തിലും തലയിലും ചാരം പൂശിയതുപോലുള്ള നിറം. പെൺകാക്കകളാണ് കൂടുണ്ടാക്കുന്നത്. ഉണങ്ങിയ ചുള്ളിക്കമ്പ് നാരുകൾ ഉപയോഗിക്കാം. മുട്ടയിടുന്നതിന് സമയമാകുമ്പോൾ ചകിരിത്തുമ്പ് തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് മൃദുവായ മെത്ത പോലെ ഒരുക്കും. ആൺകാക്ക സഹായിക്കുമെങ്കിലും എല്ലാം ചെയ്യുന്നത് ആരാ? പെൺകാക്ക. കൂടൊരുങ്ങിക്കഴിഞ്ഞാൽ 4 or 5 മുട്ടയിട്ട് പെൺകാക്ക അടയിരിക്കും. ചാഞ്ഞും ചരിഞ്ഞുമാണ് കാക്ക നോക്കുന്നത്. അതിനിടയിൽ കാക്ക കിട്ടുന്നതെന്തും തിന്നും. കാക്കകളെ കുറിച്ച് മലയാളത്തിൽ കവിതകളും പാട്ടുകളും പഴഞ്ചൊല്ലുകളും ഒക്കെ ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ബാക്കി ചോദ്യങ്ങൾ നാളെ ടീച്ചർ പഠിപ്പിക്കും. എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്. സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.